ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ലിക്വിഡ് ഡോസേജ് ഫോം ആണ്. സോ ലിക്വിഡ് ഡോസേജ് ഫോം പഠിക്കുന്നതിന് മുന്നേ ഡെഫിനേഷൻ ഒന്ന് പറയണം. വെള്ളം പോലെ അല്ലെങ്കിൽ വെള്ളം മാതിരി എന്നൊക്കെ പറയുന്ന പോലെ ലിക്വിഡ് ഡോസേജ് ഫോം എ പ്രിപ്പറേഷൻ ബൈ ഡിസോൾവിങ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ അക്വസ് ഓർ നോൺ അക്വസ് സോൾവെന്റ്. അപ്പോൾ എന്താണ് ഡിസോൾവിങ്? അപ്പോൾ നമ്മളൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് നമ്മൾ അക്വസോ അല്ലെങ്കിൽ നോൺ അക്വസ് ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുക. By suspending the drug or by incorporating the drug into of the two phase of an oil and water system. അപ്പോൾ ഒരു ഓയിൽ സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു വാട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. സോ ഇഫ് ദ ഡ്രഗ് ഈസ് ഇൻസോലബിൾ ഇൻ ഫാർമസ്യൂട്ടിക്കൽ തെറാപ്യൂട്ടിക്കലി അക്സെപ്റ്റബിൾ സോൾവെന്റ്. സോ ഇപ്പോൾ ചില സമയങ്ങളിൽ ചില ഡ്രഗ്സും ഒക്കെ നമ്മുടെ ഇൻസോലബിൾ ആയിരിക്കും, വെള്ളത്തിൽ ലയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് വാട്ടർ ആൻഡ് ഓയിൽ സിസ്റ്റത്തിലൊക്കെ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത്. സോ ലിക്വിഡ് ഡോസേജ് ഫോം കൂടുതലും കൊച്ചുകുട്ടികളിലും അല്ലെങ്കിൽ അത്രയും പ്രായമായ ആൾക്കാരിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൊച്ചുകുട്ടികൾ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് ഹോമോജീനസ് ആണ്, എല്ലായിടും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. പിന്നെ ഭയങ്കര എളുപ്പമാണ്, ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താണ് ഒരു ടീസ്പൂൺ എടുക്കുക, അതിനകത്ത് ഒഴിക്കുക, കൊടുക്കുക. ക്യാപ്സൂൾ ടാബ്ലറ്റ് പോലെ വിഴുങ്ങേണ്ട ആവശ്യമില്ല. ലൈക്ക് ചില മരുന്നുകൾ ലൈക്ക് പൊട്ടാസ്യം, അയോഡൈഡ്, ബ്രോമൈഡ് ഒക്കെ ആണെങ്കിൽ ഗ്യാസ്ട്രിക് പെയിൻ ഒക്കെ ഉണ്ടാക്കും, അത് ടാബ്ലറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ. പക്ഷേ അത് ലിക്വിഡ് ഫോം ഡൈലൂട്ട് ആയിട്ട് നമ്മൾ എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, കളറ്, ഫ്ലേവേർഡ്, സ്വീറ്റിനൊക്കെ ചേർക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് അല്ലേ. അത് മാത്രമല്ല, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മണവും രുചിയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിക്കും. അത് മാത്രമല്ല, പെട്ടെന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഗുളിക പോലെ വിഴുങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. കാര്യം ഇത് വലിയ വലിയ ബോട്ടിൽസ് വെക്കണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, കുപ്പി ഗ്ലാസ് ആണെങ്കിൽ സൂക്ഷിക്കേണ്ട. നെക്സ്റ്റ് സ്റ്റെബിലിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവാണ്. ഇപ്പോൾ നമ്മൾ സോൾട്ട് ഡോസേജ് ഫോം പോലെ നോക്കുമ്പോൾ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ്. ബിക്കോസ് ഹൈഡ്രോലൈസിസ് നടക്കും എന്നുള്ളത് മാത്രമാണ്. പിന്നെ മൈക്രോ ഓർഗാനിസം മേ ബി വളർച്ച ഉണ്ടായിരിക്കാം, പ്രിസർവേറ്റീവ് ആവശ്യമാണ്. ചില കുട്ടികൾക്ക് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അധികമൊക്കെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ നല്ല മധുരമുള്ള മരുന്നാണെന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ എടുത്ത് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആക്സിഡൻ്റലി കണ്ടെയ്നർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് സ്വീറ്റ്നർ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ട് കേട്ടോ, ഇല്ലാത്തതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ടേസ്റ്റ് ഒക്കെ മാസ്ക് ചെയ്യാൻ നോക്കത്തില്ല എന്നുള്ളതാണ്. സോ ലിക്വിഡ് ഡോസേജ് ഫോർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ മോണോഫേസിക്, ബൈഫേസിക്. ബൈഫേസിക് ആണെങ്കിൽ സസ്പെൻഷൻ, എമൽഷൻ. മോണോഫേസിക് ആണെങ്കിൽ സൊല്യൂഷൻ, സിറപ്പ്, എലിക്സർ, ടിങ്ചർ, ഡ്രോപ്സ്, ഗാഗിൾ, മൗത്ത് വാഷ്, ഡൗച്ചസ്, ത്രോട്ട് പെയിൻസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വിഡ് ഡോസേജ് ഫോം പറയുവാണെന്നുണ്ടെങ്കിൽ എക്സിപ്പിയൻസ് യൂസ്ഡ് ഇൻ ഫോർമുലേഷൻ ഓഫ് ലിക്വിഡ് ഡോസേജ് ഫോം ആദ്യം അറിയണം. എന്തൊക്കെയാണ് ഉപയോഗിക്കുക? എക്സിപ്പിയൻസ് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിന് ഒരു ആക്ഷനും ഇല്ല, നമുക്കൊരു ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. എന്നാൽ ഫ്ലൂയിഡിറ്റി, പലാറ്റബിലിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് തരുന്നത് ഈ ലിക്വിഡ് ഡോസേജ് ഫോം ആയിരിക്കും. സോ അവിടെ നമ്മൾ എക്സിപ്പിയൻസ് അല്ലെങ്കിൽ അഡിക്റ്റീവ്സ് ആയിട്ട് സർഫാക്റ്റൻ, ഹൈഡ്രോക്ലോയിഡ്സ്, ബേക്കൽ, സ്റ്റെബിലൈസർ, കളറിംഗ് ഏജന്റ്, ഫ്ലേവറിംഗ് ഏജന്റ്, സ്വീറ്റനിങ് ഏജന്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെയാണ്? മറന്നു പോരുത്, മിക്കവാറും എക്സാമിന് ചോദിക്കും. സർഫാക്റ്റന്റ്, ഹൈഡ്രോക്ലോയിഡ്സ്, വേക്കൽസ്, സ്റ്റെബിലൈസർ, കളറിംഗ് ഏജന്റ്, ഫ്ലേവറിംഗ് ഏജന്റ് ആൻഡ് സ്വീറ്റനിങ് ഏജന്റ് ആണ്. എന്തായാലും പഠിക്കുക, ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്ന പോർഷൻസുകളൊക്കെയാണ് കേട്ടോ. സോ എന്താ സർഫാക്റ്റന്റ്? സർഫാക്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിലും ഉപയോഗിക്കാറുണ്ട്. ഒരു എമൽസിഫൈങ് ഏജന്റ് ആണ്, സോലുബിലൈസിങ് ഏജന്റ് ആണ്, ഡിറ്റർജന്റ് ആണ്, വെറ്റിംഗ് ഏജന്റ് ആണ്. ഇത്ര ഇമ്പോർട്ടൻറ്റ് പഠിക്കുക. സോലുബിലൈസിങ് ഏജന്റ്, ഡിറ്റർജന്റ്, വെറ്റിംഗ് ഏജന്റ്. സോ സർഫാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് ആഡ് ടു എ ലിക്വിഡ് ലോവർ ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ. സോ ഇവിടെ നമുക്ക് രണ്ട് ഫേസ് ഉണ്ട്. ഈ രണ്ട് ഫേസിന്റെയും ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. ലോവർ ദ ഇന്റർഫേഷ്യൽ ടെൻഷൻ ആണ്. ആൻഡ് സർഫാക്റ്റന്റ് മോളിക്യൂൾസിന് രണ്ട് പാർട്ട് ഉണ്ട്, ഒരു പോളാർ പാർട്ടും ഉണ്ട്, ഒരു നോൺ പോളാർ പാർട്ടും ഉണ്ട്. സോ വെൻ സച്ച് മോളിക്യൂൾ ആർ പ്ലേസ്ഡ് ഇൻ ടു ഫേസ് ഓഫ് ഡിഫറെന്റ് പൊളാരിറ്റി, the oil part moves toward the polar phase. So oil part എന്ത് ചെയ്യുന്നു, പോളാർ ഫേസുമായിട്ട് പോവുകയും നോൺ പോളർ എന്ത് ചെയ്യുന്നു, ഓയിൽ ഫേസിലേക്ക് പോവുകയുമാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ആൻഡ് ദി പ്രിഫറബിളി അബ്സോർബ്ഡ് ആൻഡ് ദി ഇന്റർഫിയറൻസ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അബ്സോർബ് ആയിരിക്കുകയാണ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, മോളിക്യൂൾ രണ്ട് പാർട്ട് ഉണ്ട്, പോളാറും ഉണ്ട്, നോൺ പോളറും ഉണ്ട്. സോ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ സർഫാക്റ്റന്റ് ആഡ് ചെയ്യുന്നത് ആ സമയത്ത് പോളാർ പാർട്സ് എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് പോകുന്നു. പോളാർ ഫേസ് ടുവാർഡ് ദ പോളാർ ഫേസ് അല്ലെങ്കിൽ വെള്ളവും ബന്ധപ്പെട്ട് പോകുന്നു. പോളാറിന് എപ്പോഴും വാട്ടർ ലവിങ് ആണ്. നോൺ പോളർ എന്ത് ചെയ്യുന്നു, ഓയിൽ ഫേസിലേക്ക് പോവാണ്, ലോ പൊളാരിറ്റി ഫേസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓയിൽ ഫേസിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു ഓയിലും ഉണ്ട്, വാട്ടറും ഉണ്ട്,
സോ പോളർ റീജിയൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, നമ്മുടെ വാട്ടറിലേക്ക് പോകുന്നു. ആൻഡ് നോൺ പോളർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓയിലിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സർഫാക്റ്റൻ ഇൻക്രീസ്, എപ്പോഴാണോ കൂടുന്നത് അപ്പം ഇന്റർഫേസ് സാച്ചുറേറ്റ് ആവും. ആ സമയത്ത് നിന്നും അവിടെ മിസെല്ലെ ഫോം ചെയ്യുന്നു. അപ്പം നമ്മൾ കൂടുതലായി സർഫാക്റ്റൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മിസെല്ലെ ഫോം ചെയ്യുന്നു. ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് സർഫാക്റ്റൻ അറ്റ് മിസെല്ലെ ആർ ഫോംഡ് ആസ് ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറയുക. സോൾബിലൈസേഷൻ ബീങ് അറ്റ് CMC ആർ ജനറലി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് മിസെല്ലെ. സോ മിസെല്ലെ എങ്ങനെ കൂടുന്നത്, നമുക്ക് എത്രത്തോളം സർഫാക്റ്റൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ഇന്ന് മിസെല്ലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, പോളാറും ഉണ്ട് നോൺ പോളാറും ഉണ്ട്. പോളാർ ആണെങ്കിൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുക, വാട്ടറും നോൺ പോളാർ ഓയിലിലേക്ക് പോകുന്നു. പിന്നെ കൂടി കഴിയുമ്പോൾ സംഭവിക്കുന്ന മിസെല്ലെ ഫോം ചെയ്യുന്നു. അങ്ങനെ മിസെല്ലെ എന്ന് കോൺസെൻട്രേഷൻ കൂടി സാച്ചുറേറ്റ് ആയി ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഫർദർലി പോവുകയായിരിക്കും ചെയ്യുക. ഇനി സർഫാക്റ്റൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത് ആനിയോണിക്, കാറ്റിയോണിക്, നോൺ അയോണിക് എന്നാണ്. സോ ആനിയോണിക് ആണെങ്കിലോ ദി അയോണൈസ് ഇൻ അക്വസ് സൊല്യൂഷൻ ഇൻ ടു ലാർജ് ആനിയൻ റെസ്പോൺസിബിൾ ഫോർ ദിർ എമൽസിഫൈങ് എബിലിറ്റി. ഇവിടെ എന്താണ്, ആനിയോൺസ് ആണ് റെസ്പോൺസിബിൾ ആവുന്നത്. സോഡിയം മിനറൽ സൾഫേറ്റ്, സോഡിയം സിട്രൽ സൾഫേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ. കാറ്റിയോൺ ആണെങ്കിലോ അവിടെ കാറ്റിയോൺ ആണ് എമൽസിഫൈങ് എബിലിറ്റിക്ക് റെസ്പോൺസിബിൾ ആവുക. ബെൽസാൽക്കോണിയം ക്ലോറൈഡ്, സിട്രൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ. ഇനി നോൺ അയോണിക് സർഫാക്റ്റൻ ആണെങ്കിലോ ദേ ഡു നോട്ട് അയോണൈസ് ഇൻ അക്വസ് സൊല്യൂഷൻ. ഗ്ലിസറൈൽ മോണോസ്റ്റിറേറ്റസ്, പാൻസ്, ട്വീൻസ് ഒക്കെയാണ്. ഇത് വൈഡ്ലി ഉപയോഗിക്കുന്ന സർഫാക്റ്റൻ്റ് ആണ്. ബിക്കോസ് എന്താണ്, ഇത് വൈഡ് റേഞ്ച് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചോയ്സ് നോൺ അയോണിക് സർഫാക്റ്റൻ ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കോമൺലി ഉപയോഗിക്കാൻ പറ്റുന്ന സർഫാക്റ്റൻ ഏതാണ്, നോൺ അയോണിക് ആണ്. സോ എക്സാമ്പിൾ പഠിക്കുക. ഇനി ഹൈഡ്രോക്ലോയിഡ്സ് എന്താണ്, ഹൈഡ്രോക്ലോയിഡ്സ് ഹൈ മോളിക്കുലർ വെയ്റ്റ് സോൾട്ട് സബ്സ്റ്റൻസ് ആണ്. വെൻ ആഡഡ് ടു വാട്ടർ പ്രൊഡ്യൂസ് ഹൈ വിസ്കസ് സൊല്യൂഷൻ, സസ്പെൻഷൻ ഓർ ജെല്ല്. അപ്പം ഈ ഹൈഡ്രോക്ലോയിഡ്സ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ജെല്ല് പോലെ ഫോം ചെയ്യുന്നു, സസ്പെൻഷൻ പോലെ ഫോം ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഗം എന്നും പറയാറുണ്ട്. കൺസിസ്റ്റ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് പ്രോട്ടീൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗം എന്നും പറയാറുണ്ട്, പോളിസാക്കറൈഡ് പ്രോട്ടീൻസ് എന്നും പറയാറുണ്ട്. ബിക്കോസ് അത് കണ്ടന്റ് ആണ് കേട്ടോ, ഇൻഗ്രീഡിയൻസ് ആണ്. പോളിസാക്കറൈഡ്സും ഗമ്മും അതിലുള്ളതാണ്. മോസ്റ്റ് വാട്ടർ സോലുബിൾ ഹൈഡ്രോക്ലോറൈഡ്സ് ഡിസോൾവ് ഇൻ കോൾഡ് വാട്ടർ ബട്ട് ഫോം ജെൽ അപ്പോൺ കൂളിംഗ്. അപ്പം നമ്മൾ കോൾഡ് വാട്ടറിൽ നല്ലപോലെ ഡിസോൾവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കൂൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അത് ജെല്ലായിട്ട് ഫോം ആവുകയാണ് ചെയ്യുക. സോ മോസ്റ്റ് വാട്ടർ സോലുബിൾ ഹൈഡ്രോക്ലോറൈഡ് ഡിസോൾവ് ഇൻ കോൾഡ് വാട്ടർ ബട്ട് ഫോം ജെൽ അപ്പോൺ കൂളിംഗ്. സോ നമ്മൾ ജസ്റ്റ് സാധാരണ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ കൂൾ ചെയ്യുവാണെങ്കിൽ സംഭവിക്കും ജെല്ലായിട്ട് മാറുകയാണ് ചെയ്യുക. certain water soluble polymers like methyl cellulose, hydroxy propyl cellulose ഒക്കെ more soluble in cold water than in hot water. So hot waterും cold waterും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ methyl cellulose, hydroxy propyl cellulose ഒക്കെ നല്ലപോലെ ഡിസോൾവ് ആകും ആൻഡ് സൊല്യൂഷൻ ടെൻഡ് ടു അപ്പോൺ ഹീറ്റിംഗ്. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജെല്ല് ഫോം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, സർഫാക്റ്റൻ്റ് പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്, എമൽസിഫൈങ് ഏജൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അവിടെ പോളാർ ഉണ്ട്, നോൺ പോളാർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അവിടെ ആനിയോണിക് ഉണ്ട്, ആനിയോൺ റെസ്പോൺസിബിൾ, കാറ്റോൺ റെസ്പോൺസിബിൾ, നോൺ ആനിക് സർഫാക്റ്റൻ്റ് അവിടെ എന്താണ്, അവിടെ നോട്ട് അയോണൈസിൻ അക്വ സൊല്യൂഷൻ ആണ്. ഹൈഡ്രോക്ലോയിഡ്സ് ആണ് ജെല്ല് ഫോം ചെയ്യുന്നു, ഗം എന്ന് പറയാറുണ്ട്. ആൻഡ് ഓൾസോ കോൾഡ് വാട്ടർ ഡിസോൾവ് ആവുന്നു, അപ്പോൺ കൂളിംഗിൽ ജെൽ ഫോം ചെയ്യുന്നു. അതുമാത്രമല്ല ചില പോളിമേഴ്സ് ലൈക്ക് മീഥൈൽ സെല്ലുലോസും ഹൈഡ്രോക്സിയും ഒക്കെ എന്ത് സംഭവിക്കുന്നു, കോൾഡ് വാട്ടറിൽ എന്തെന്ന് ഡിസോൾവ് ആയിട്ട് ഹോട്ടിൽ ജെല്ലായി മാറുകയാണ് ചെയ്യുക. ഹൈഡ്രോക്ലോയിഡ്സിന് വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നാച്ചുറൽ, സെമി സിന്തറ്റിക്, സിന്തറ്റിക്. നാച്ചുറൽ ആണെങ്കിൽ പ്ലാന്റ് സോഴ്സ്, ആനിമൽ സോഴ്സ്, മിനറൽ സോഴ്സ്. അക്കേഷ്യ, ജെലാറ്റിൻ, കൊളോയിഡ് സിലിക്ക എന്നാണ് എക്സാമ്പിൾസ് വരുന്നത്. മിക്കവാറും നാച്ചുറൽ സോഴ്സ് പ്ലാന്റും ആനിമൽ മിനറൽസ് നിന്ന് മാത്രമായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക. സെമി സിന്തറ്റിക് ആണെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യുവാണ്. ഇപ്പോൾ വുഡൻ, പൾപ്പ്, കോട്ടൺ ഒക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യും. മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ഒക്കെ എക്സാമ്പിളാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സിന്തറ്റിക്. സോ കെമിക്കൽ സിന്തസിസ് വഴിയാണ് നമുക്ക് കിട്ടുക. എക്സാമ്പിൾ കാർബോപോൾസും പോളിയോക്സും ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിച്ചു വെക്കുക. വെഹിക്കിൾ ആണെങ്കിലോ, വെഹിക്കിൾ എന്നാൽ ഒരു മീഡിയമാണ് അല്ലേ, നമ്മൾ സസ്പെൻഷൻ ചെയ്യാൻ വേണ്ടി, ഈസി അഡ്മിനിസ്ട്രേഷൻ വേണ്ടിയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈവൻ ഫാർമക്കോളജിക്കൽ ആക്ഷനെ പോലും ഫെസിലിറ്റേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ലിക്വിഡ്സുകൾ നമ്മൾ മെഡിക്കമെൻ്റായിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, വെഹിക്കിൾ. നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇല്ലേ, ഇപ്പോൾ അത് വെള്ളമാണെങ്കിൽ വെഹിക്കിൾ, ഹണി ആണെങ്കിൽ വെഹിക്കിൾ. ഓക്കെ, സോ നമുക്കൊരു സെമി സോൾഡ് അല്ലെങ്കിൽ സോൾഡ് ഉപയോഗിക്കും, അത് നമ്മൾ ബേസ് എന്ന് പറയും. സോ ബേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ അരിമാവുണ്ട്, അത്
ബേസ്, ഈ അരിമാവ് ഞാൻ വെള്ളത്തിലേക്ക് ചേർക്കുന്നു, വെള്ളം വെഹിക്കിൾ. സോ ഇതിനെയാണ് നമ്മൾ പറയുക. സോ എക്സാമ്പിൾ ഓഫ് വെഹിക്കിൾ പറഞ്ഞാൽ അരോമാറ്റിക് വാട്ടർ, ആൽക്കഹോൾ ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. സ്റ്റെബിലൈസർ ആണെങ്കിലോ പേര് പറയുന്ന പോലെ സ്റ്റെബിലൈസ് ചെയ്യുക. സോ ഏബിൾ ടു റിമെയിൻ വിത്ത് ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോബയോളജിക്കൽ, തെറാപ്യൂട്ടിക്കൽ, ടോക്സിക്കോളജിക്കൽ സ്പെസിഫിക്കേഷൻ. അതായത് ഒരു എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം, അല്ലെങ്കിൽ നമ്മളിപ്പം അരിമാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ 5 ദിവസമായാലും 6 ദിവസമായാലും അങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. സ്റ്റെബിലൈസ് ചെയ്യുവാണ് ചെയ്യുക. സോ പ്രൈമർലി ആൻറ്റി ഓക്സിഡൻസും പ്രിസർവേറ്റീവ്സും ഒക്കെയാണ് എക്സാമ്പിൾ കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റ്, പ്രിസർവേറ്റീവ്. സോ എന്താ ആൻറ്റി ഓക്സിഡൻറ്റ്? സോ പ്രിവെൻറ്റ് ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ ഓഫ് ദ ഡ്രഗ് ബൈ കമ്പീറ്റിംഗ് ഫോർ ഫ്രീ ഓക്സിജൻ. കണ്ടോ, ഫ്രീ ഓക്സിജന് വേണ്ടിയിട്ട് ഡ്രഗുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയും അങ്ങനെ ഡീഗ്രഡേഷൻ ഒഴിവാക്കുകയാണ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, പ്രിവെൻറ്റ് ഓക്സിഡേറ്റീവ് ഡീഗ്രഡേഷൻ ഓഫ് ദ ഡ്രഗ് ബൈ കോമ്പീറ്റിംഗ് ഫോർ ഫ്രീ ഓക്സിജൻ. ഐഡിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഷുഡ് ബി സ്റ്റേബിൾ, എഫക്റ്റീവ് ആയിരിക്കണം, ആൻഡ് നോൺ അയോണിക്, നോൺ ഇറിറ്റന്റ് ആൻഡ് തെർമോസ്റ്റേബിൾ. സോ ഐഡിയൽ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് സ്റ്റേബിൾ ആയിരിക്കണം അല്ലേ. കാര്യം സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. pH ഒക്കെ എഫക്റ്റീവ് ആയിരിക്കണം, നോൺ അയോണിക് ആയിരിക്കണം, നോൺ ഇറിറ്റൻ്റ് ആയിരിക്കണം, തെർമോസ്റ്റേബിൾ ഒക്കെ ആയിരിക്കണം അല്ലേ. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. സോഡിയം ബൈസൾഫേറ്റ്, സോഡിയം തയോസൾഫേറ്റ് ഒക്കെ എക്സാമ്പിളാണ്. പ്രിസർവേറ്റീവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോങ് സ്റ്റോറേജിൽ കുറേ നാൾ നമ്മൾ വെച്ചിരിക്കുവാണ്, നമ്മളൊരു സാധനം നമ്മൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രിസർവേറ്റീവ് അത്യാവശ്യമാണ്. പ്രിസർവേറ്റീവ് എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ നാരങ്ങ അച്ചാറിലൊക്കെ നമ്മൾ വിനെഗർ ചേർക്കാറുണ്ട്. വിനെഗർ ഈസ് കോൾഡ് ആസ് എൻ പ്രിസർവേറ്റീവ്. എന്തുകൊണ്ടാണ്? കാര്യം പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോബിയൽ ഗ്രോത്തിനെ ഒഴിവാക്കുവാണ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോബ്സിനെ ഒന്നും വളരാൻ സമ്മതിക്കില്ല, പ്രിവെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ അത് നോൺ ടോക്സിക് ആണ്, ഓർഡർലെസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു എമൽഷനെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെയും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. സോ ബെൻസോയിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, ബെൻസൽ കോളിയം ക്ലോറൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതുക എന്നുള്ളതാണ്. ഇത് ഇത്ര വലിയ പാടുള്ള കാര്യമൊന്നും അല്ല. സോ നെക്സ്റ്റ് വൺ ഇസ് കളറിങ് ഏജന്റ്. കളറിങ് ഏജന്റ് എന്താണ്? നല്ല കളർ കൊടുക്കുക, ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ മിനറൽസ്, പ്ലാന്റ്സ്, ആനിമൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിനറൽ ആണെങ്കിൽ ഫെറിക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെയാണ്. പ്ലാന്റ് എങ്കിൽ ക്ലോറോഫിൽ, കെരാറ്റിനോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്. ആനിമൽ ആണെങ്കിൽ കോച്ചിനിയൽ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സിന്തറ്റിക് കളറുണ്ട് നമുക്ക് FCF 15185, ബ്രില്യൻ ബ്ലൂ ഒക്കെയാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് പെർമിറ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം, നമുക്ക് അപ്രൂവൽ കിട്ടണം. സോ ഡൈസ്, നൈട്രോ ഡൈസ് ഒക്കെ എക്സാമ്പിളാണ്. ഫ്ലേവറിങ് ഏജന്റ് ആണെങ്കിൽ നല്ല മണം കിട്ടുക, ടേസ്റ്റ് കിട്ടുക. ലെമൺ, മിൻറ്റ്, ഓറഞ്ച് ഒക്കെ നാച്ചുറൽ സോഴ്സ് ആണ്. സ്വീറ്റനിങ് ഏജന്റ് ആണെങ്കിൽ സൂക്രോസ്, ലാക്ടോസ്, മാൻട്രോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ടേസ്റ്റ് മാസ്ക് ചെയ്യുക. അപ്പോൾ ചില കുട്ടികളൊക്കെ ടേസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കയ്പൊക്കെ ആകുമ്പോൾ കഴിക്കില്ല. ഞാനൊക്കെ പണ്ട് തുപ്പിക്കളയും. ഇപ്പോഴും എനിക്ക് മരുന്ന് ഇഷ്ടമല്ല കഴിക്കും. കാര്യം എന്തുകൊണ്ടാണ്? നമുക്ക് രുചി പിടിക്കത്തില്ല, അല്ലെങ്കിൽ രുചി നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ട്. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സിൽ നിന്ന്. സോ സാക്രൻ സോഡിയം സൈലാമേറ്റ് ഒക്കെയാണ് കോമൺലി ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്. സാക്രൻ ഇൻ ഡയോഡ് സൊല്യൂഷൻ ഈസ് 300 times സ്വീറ്റർ ദാൻ സാക്രോസ്. ഇത് മിക്കവാറും എക്സാംസിന് കാണിക്കുക എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്. ശ്രദ്ധിക്കുക, 300 times സ്വീറ്റർ ദാൻ സൂക്രോസ്. കണ്ടോ, 300 times സ്വീറ്റർ ദാൻ സൂക്രോസിനേക്കാളും 300 മടങ്ങ് രുചിയാണ്, ആർട്ടിഫിഷ്യൽ ആണ് അല്ലേ. സോ സാക്രൻ സോഡിയം ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കാറുണ്ട്, ഓറൽ ഹൈജീൻ പ്രിപ്പറേഷൻസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ പഞ്ചസാര കലക്കി തന്നു വിടുന്നതല്ല കേട്ടോ. സോ സ്വീറ്റനിങ് ഏജന്റ് ഇൻ വേരിയസ് ഫുഡ് ഫോർ ഡയബറ്റിക് പേഷ്യൻ്റ് ആർ ദോസ് ഫോളോ സ്ലിമ്മിങ് ഡയറ്റ്. സോ ഇപ്പം പഞ്ചസാര കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് പഞ്ചസാര ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റർ. സോ സോലുബിലിറ്റി എൻഹാൻസ്മെന്റ് ടെക്നിക്. സോലുബിലിറ്റി കൂട്ടേണ്ട ആവശ്യം എന്താണ്? നമുക്ക് സോലുബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയും ടാങ്ക് കലക്കുമ്പോൾ ടാങ്കിൻ്റെ പൊടി കലങ്ങിയില്ല എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് സോലുബിലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടു വിച്ച് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ സോൾവെന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. നമുക്കൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, മിക്കവാറും റൂം ടെമ്പറേച്ചർ ആയിരിക്കും. അതിൽ ഒരു സൊല്യൂട്ട് ഡിസോൾവ് ആവുന്ന രീതിനെയാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഒരു സാധനത്തിലേക്ക്, ഒരു വെള്ളത്തിലേക്ക് നമ്മൾ സാധനം ഇട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തി കഴിയുമ്പം അതിൻ്റെ സൊല്യൂഷൻ കപ്പാസിറ്റി തീരും, സൊല്യൂട്ട് സോൾവെന്റ് കപ്പാസിറ്റി തീരുവാണ് ചെയ്യുക. പിന്നെ അത് സാച്ചുറേറ്റ് ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കലങ്ങി കിട്ടും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടിയും കേട്ടോ. A supersaturated solution contains more solute than necessary to form sat solute at given temperature. So supersaturated solution എന്താണ്? ഞാൻ ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ടു, 2 സ്പൂൺ ഇട്ടു, 3 സ്പൂൺ ഇട്ടു, അത് കഴിഞ്ഞ് നിന്നു, അത് ഞാൻ
ചൂട് കൂട്ടി, അപ്പോൾ കുറച്ചും കൂടെ ഡിസോൾവ് ആയി. ഇനി ഒന്നുമില്ല, ഇനി ഇട്ടാൽ ആവത്തില്ല. ഇനി ഇട്ടാൽ തന്നെ, അതായത് ഒരു സൊല്യൂഷന്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു, ഇനി പഞ്ചസാര അക്യുമുലേറ്റ് ചെയ്യാൻ ഒരു കഴിവും ഇല്ല. അതിനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പറയുക. 20°C ഈസ് കൺസിഡേർഡ് ആൻ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ. 20 ഡിഗ്രിയാണ് നമ്മൾ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ പറയുന്നത്. സോ ബേസിക്കലി സിൻസ് ഇസ് ഇൻ ആവറേജ് റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോലബിലിറ്റി അഫക്റ്റ് എന്തൊക്കെയാണ്? സ്ട്രക്ചറൽ സിമിലാരിറ്റി. സോ സോൾവെൻറ്റും സൊല്യൂട്ടും ഒരു സിമിലർ സ്ട്രക്ചർ ആയിരിക്കണം എന്നുള്ളതാണ്. പൊളാരിറ്റി. സോ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്. പോളാർ സൊല്യൂട്ട്സ് എന്ത് ചെയ്യുന്നു? പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ആവുന്നു, ലൈക്ക് സോൾട്ട് ഇൻ വാട്ടർ. നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്, ലൈക്ക് ഓയിൽ ഇൻ ബെൻസീൻ ഒക്കെയാണ് എക്സാമ്പിൾ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലോ, അഡീഷൻ ഓഫ് പോളാർ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഇൻക്രീസ് സോലബിലിറ്റി. നമ്മൾ പോളാർ ഗ്രൂപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ സോലബിലിറ്റി കൂട്ടും. നോൺ പോളാർ ഗ്രൂപ്പ്സ് ആണെങ്കിലോ സോലബിലിറ്റി കുറയ്ക്കുവാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ഹാലോജിനേഷൻ ആണ്. ഹാലോജൻ ആറ്റം ലൈക്ക് ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ ആണെങ്കിൽ സോലബിലിറ്റി കുറയ്ക്കുവാണ് ചെയ്യുക. വേറെ ബ്രാഞ്ചിങ് ഇൻ കാർബൺ ചെയിൻ ഇൻക്രീസ് സോലബിലിറ്റി. സോ ഹാലോജൻ ആറ്റം ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ ആണെങ്കിൽ സോലബിലിറ്റി കുറച്ച് കൊണ്ടുവരും. ഇനി കാർബണിൻ്റെ ബ്രാഞ്ചിങ് വരുവാണെങ്കിൽ സോലബിലിറ്റി കൂട്ടുവാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാർബണിലാണ് ബ്രാഞ്ചിങ്, ഹാലോജനേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സോലബിലിറ്റി കൂടുമായിരിക്കും ചെയ്യേണ്ടാവുക. ഇനി മോളിക്കുലർ വെയിറ്റ്. സോ ഹൈ മോളിക്കുലർ വെയിറ്റ്സ് സോൾട്ട് കോമ്പൗണ്ട് ആർ ജനറലി മോർ ഡിഫിക്കൽട്ട് ടു ഡിസോൾവ് ഇൻ വാട്ടർ. സോ ഹൈലി മോളിക്കുലർ വെയിറ്റ് ഉള്ളത്, ഭയങ്കര മോളിക്കുലർ വെയിറ്റ് കൂടുതലായിട്ടുള്ള എന്ത് ചെയ്യുന്നു? ഒരിക്കലും അങ്ങനെ പെട്ടെന്നൊന്നും ഡിസോൾവ് ആവില്ല. റീസൺ എന്തുകൊണ്ടാണ്? ഒരുപാട് പ്രശ്നം ഉണ്ടാവാറുണ്ട് അല്ലേ. സോ മോളിക്കുലർ വെയിറ്റ് ഞാൻ പറഞ്ഞു. ഇനി ജനറൽ സോലബിലിറ്റി ആണ്. സോ സോൾട്ട്, ലിക്വിഡ്, ഗ്യാസിന് അതിൻ്റെതായ സോലബിലിറ്റി പ്രൊഫൈലുണ്ട്. സോ ചിലത് പുവർലി സോലബിൾ, സ്ലൈറ്റ്ലി സോലബിൾ, ഹൈലി സോലബിൾ, ഈവൻ ഇൻസോലബിൾ വരാറുണ്ട് അല്ലേ. അപ്പം വെള്ളമാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാം. ബിക്കോസ് എന്താണ്? എല്ലാം ഏകദേശം എന്ത് ചെയ്യുന്നു? വെള്ളത്തിലേക്കും. പിന്നെ ഇൻസോലബിൾ ആയിട്ടുള്ള ഡ്രഗ്സുകൾ വളരെ കുറവാണ്. സോ സോലബിലിറ്റി നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാം? സോലബിലൈസേഷൻ, കോസോൾവൻസി, കോംപ്ലക്സേഷൻ, കെമിക്കൽ മോഡിഫിക്കേഷൻ ആൻഡ് pH അഡ്ജസ്റ്റ്മെന്റ്. ഇത്രയും രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോലബിലിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. സോലബിലൈസേഷൻ. സോ ദ പ്രോസസ് ഓഫ് ഡിസോൾവിംഗ് വാട്ടർ ഇൻസോലബിൾ സബ്സ്റ്റൻസ് ഇൻ അക്വസ് സൊല്യൂഷൻ കാൾഡ് യൂസിങ് സർഫാക്റ്റൻ. സോ നമുക്ക് സർഫാക്റ്റൻ എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ. സോ വാട്ടർ ഇൻസോലബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ വെള്ളത്തിൽ നമുക്ക് സോലബിലൈസ് ചെയ്യണമെങ്കിൽ ആരെ ഉപയോഗിക്കണം? സർഫാക്റ്റൻ ഉപയോഗിക്കാം അല്ലേ. സോ എങ്ങനെയാണെന്നറിയാം. സോ അഗ്രിഗേറ്റ് ചെയ്യുന്നു, മിസെല്ലെ ഫോം ചെയ്യുന്നു, ക്രിട്ടിക്കലെ മിസെല്ലെ കോൺസെൻട്രേഷൻ അറിയാം, പോളർ ഹെഡ് എല്ലാം അറിയാം. ഇതൊക്കെ നമ്മൾ എന്താണ് പഠിച്ച കാര്യം തന്നെ, റിപ്പീറ്റേഷൻ. സോ ഡ്രഗ് സോലബിലൈസിങ് യൂസിങ് സർഫാക്റ്റന്റ്. ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണെങ്കിൽ ADEK, ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ക്ലോറാംഫിനിക്കോൾ, ഗ്ലിസിയോഫൾവിൻ, അനാൽജിൻ, ആസ്പിരിൻ, ഫെനാസെറ്റിൻ, ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ ഡ്രഗ് സോലബിലൈസ് ചെയ്യുന്നത് ലൈക്ക് സർഫാക്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോലബിലൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംകാർ ശ്രദ്ധിച്ചോളാം, ഇവിടെ നിന്ന് ചോദ്യം വന്നേക്കാം. സോ എക്സാമ്പിൾ ഓഫ് സോലബിലൈസേഷൻ. സോ ക്രസോൾ സോപ്പ് വിത്ത് സോപ്പ് സൊല്യൂഷൻ. സോ ക്രസോളിൽ 2% വോളിയം ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ വാട്ടർ ആണ്. നമ്മൾ സോപ്പ് സൊല്യൂഷൻ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും 50% വോളിയം ബൈ വോളിയം ഇൻ വാട്ടർ അല്ലെങ്കിൽ ലൈസോൾ സൊല്യൂഷനിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ലാബിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോലബിലൈസേഷൻ, സർഫാക്റ്റൻ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, നിങ്ങൾ ചെയ്തതാണ്. ഇനി കോസോൾവൻസി. സോ സോലബിലിറ്റി ഓഫ് എ പുവർലി സോലബിൾ ഡ്രഗ് ഇൻ വാട്ടർ ക്യാൻ ബി ഇൻക്രീസ് ബൈ മിക്സിംഗ് വിത്ത് വാട്ടർ മിസിബിൾ സോൾവെന്റ്. സോ നമുക്ക് വാട്ടർ മിസിബിൾ സോൾവെന്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുവർലി സോലബിൾ ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ സോലബിലിറ്റി പ്രൊഫൈൽ കൂട്ടാനായിട്ട് പറ്റും. ഈ ഫിനോമിനയാണ് നമ്മൾ കോസോൾവൻസി എന്ന് പറയാം. ചില ആൾക്കാർ കോസോൾവൻസി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ സോൾവെന്റ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ മോറോവർ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാട്ടർ മിസിബിൾ സോൾവെന്റ് ആഡ് ചെയ്യുകയാണെന്ന് തന്നെ വ്യക്തമായി എഴുതണം. അപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഡ്രഗ് സോലബിൾ ആവുന്നു. സോ ഒക്കേഴ്സ് ഇൻ ഇൻഡിപെൻഡന്റ് സോലബിൾ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ഈച്ച് കോസോൾവെന്റ്. സോ ഓരോന്നിലും കോസോൾവെന്റിന് അതിൻ്റെതായ രീതിയിൽ മാറ്റം ഉണ്ടാവും. എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. വെള്ളത്തിലാണെങ്കിൽ 1.2 gram per ലിറ്ററും ഈത്തിൽ ആൽക്കഹോൾ ആണെങ്കിൽ 13 gram per ലിറ്ററിലും ആയിരിക്കും എന്നാണ് ഫീനോബാർബിറ്റോൻ്റെ സോൾബിലിറ്റി വരിക. അപ്പം മാറിക്കൊണ്ടിരിക്കും. എല്ലാത്തിലും ഒരുപോലെയാണ് അല്ലെങ്കിൽ എല്ലാം ഒരേ രീതിയിലാണ് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. കോസോൾവെന്റ് എക്സാമ്പിൾ എത്തനോൾ, ഗ്ലിസറിനൊക്കെയാണ്. സോ നമുക്ക് ഈ സിനമൺ വാട്ടർ, ഡിൽ വാട്ടർ, ക്യാംഫർ വാട്ടറിലൊക്കെ നമുക്ക് നോർമൽ എക്സാമ്പിൾസ് ആണ്. അരോമാറ്റിക് വാട്ടേഴ്സ് ആണ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ടെക്നിക്കിന് ഉപയോഗിക്കുന്ന സമയത്ത് എത്തനോൾ കോസോൾവെനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അരോമാറ്റിക് വാട്ടേഴ്സ് നമ്മൾ മാനുഫാക്ചറിങ് സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? കോസോൾവെനായിട്ട് എത്തനോൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സിമ്പിളാണ്. ഇനി കോംപ്ലക്സേഷൻ. കോംപ്ലക്സേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇൻസോലബിൾ സബ്സ്റ്റൻസ്
ഓഫൻ റിയാക്ട് വിത്ത് സോലബിൾ ഇൻഗ്രീഡിയൻറ്റ്. സോ സോലബിൾ ഇൻഗ്രീഡിയൻ്റ് ഇൻസോലബിൾ സബ്സ്റ്റൻസിൻ്റെ റിയാക്ട് ചെയ്യാറുണ്ട്, അങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്യും, അങ്ങനെ റെഡിലി സോലബിൾ ആവും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതൊരു സബ്സ്റ്റൻസ് ആണ്, ഇത് ഇൻസോലബിൾ ആണ്, ഇതിൻ്റെ പുറത്തൊരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യുന്നു, സോലബിളൈസ് ആയി മാറുകയാണ് ചെയ്യുക. സോ ട്രൈ അയോഡിയം കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. അയഡിൻ ഇൻസോലബിൾ ആണ് വെള്ളത്തിൽ അല്ലേ. അപ്പോൾ അയഡിനും പൊട്ടാസ്യം അയഡിനും മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ട്രൈ അയോഡൈഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയും അത് വെള്ളത്തിൽ സോലബിളൈസ് ആകുന്നു. ആൻഡ് കൺസിഡറേഷൻ ഇൻ കോംപ്ലക്സേഷൻ, ദ കോംപ്ലക്സ് ഫോം മച്ച് ബി റിവേഴ്സിബിൾ. സോ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് റിവേഴ്സിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് ഡിസോസിയേറ്റ് ഈസിലി ടു റിലീസ് ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. അത് മാത്രമല്ല ഡിസോസിയേറ്റ് ചെയ്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് റിലീസ് ആവാറുണ്ട്. And if the complex is too stable, the drug may become therapeutically inactive. So complex കൂടുതൽ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, തെറാപ്യൂട്ടിക് ഇൻഎഫക്റ്റീവ്നെസ് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലക്സേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. And next one is hydrotropy. So when the solubility of a drug is enhanced due to the presence of large amount of additive, the technique is called hydrotropy. നമ്മൾ കുറേ അഡിക്റ്റീവ്സ് ആഡ് ചെയ്ത് അത് സോലുബിളൈസ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപ്പി എന്ന് പറയുക. സോ ഈ മെക്കാനിസം സോലുബിളൈസേഷൻ, കോംപ്ലക്സേഷൻ, ചേഞ്ച് ഇൻ സോൾവെന്റ് ക്യാരക്ടേഴ്സ് വഴി നമുക്ക് നടത്താം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സോലുബിലിറ്റി അറിയാം, കോംപ്ലക്സേഷനൊക്കെ അറിയാം അല്ലേ. അത് മാത്രമല്ല സോൾവെന്റ് ക്യാരക്ടേഴ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോലുബിളൈസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ബെൻസോയിക് ആസിഡ്, സോ സോലുബിളൈസിങ് ബൈ ആഡിങ് സോഡിയം ബെൻസോയേറ്റ്. കഫീൻ ആണെങ്കിലോ സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്ത് സോലുബിളൈസേഷൻ പ്രൊഫൈൽ മാറ്റാൻ പറ്റും. തിയോഫിലിനാണെങ്കിൽ സോഡിയം അസറ്റേറ്റ്, സോഡിയം ഗ്ലിസറേറ്റ് ഒക്കെ ആഡ് ചെയ്ത് പ്രൊഫൈൽ മാറ്റാൻ പറ്റും. ലിമിറ്റേഷൻ പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല, ബിക്കോസ് ലാർജ് എമൗണ്ട് ഓഫ് അഡിക്റ്റീവ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ടു ഷോ എ മോഡറസ്റ്റ് ഇൻക്രീസ് ഇൻ സോലബിലിറ്റി. സോ നമ്മൾ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, അത് റെയറസ്റ്റ് ഓഫ് റെയർ ആണ് എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് അഡിക്റ്റീവ്സ് അധികം ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ, പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ ബൾക്ക്നെസ് ഫോം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ഒന്നും എപ്പോഴും ഉണ്ടാക്കാറില്ല. കാര്യം ലാർജ് എമൗണ്ട് ഓഫ് അഡിക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോലബിലിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം മരുന്നിൻ്റെ അളവ് കൂടുതലും അഡിക്റ്റീവ്സിൻ്റെ അളവ് മീൻസ് അതിനേക്കാൾ മച്ച് കൂടുതലും ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ മോഡിഫിക്കേഷൻ ഓഫ് ഡ്രഗ് ആണ്. ഡ്രഗിൻ്റെ കെമിക്കൽ മോഡിഫിക്കേഷൻ മാറ്റാൻ പറ്റുമോ? പറ്റും. സോ നമുക്ക് വാട്ടർ സോലബിൾ ഡെറിവേറ്റീവ്സ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. സോ ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബെൻഡമെത്തസോൺ ആൽക്കഹോൾ സോലബിലിറ്റി ഇൻ വാട്ടർ ആണെങ്കിൽ 5.8 mg ആണ് 25ൽ. ഇനി ഡൈസോഡിയം ഫോസ്ഫേറ്റ് എസ്റ്ററിലാണെങ്കിൽ 100 g/100 ml 25 ഡിഗ്രി ആണ്. കണ്ടോ, മാറി, ഉടനെ തന്നെ മാറുവാണ് ചെയ്തത്. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ് 1500 ഫോൾഡ് ഇൻക്രീസ് ഇൻ സോലബിലിറ്റി. കണ്ടോ, അപ്പം സോലബിലിറ്റിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ആൽക്കലോയിഡ് സോൾട്ട്, ആൽക്കലോയിഡ്സ് ആർ പൂർലി സോലബിൾ ഇൻ വാട്ടർ ബട്ട് ദേ സോൾട്ട് ഫോം ഇസ് ഹൈലി സോലബിൾ. സോ ആൽക്കലോയിഡ്സ് വെള്ളത്തിൽ ഭയങ്കര പൂർലി സോലബിൾ ആണ്, പക്ഷേ സോൾട്ട് ആണെങ്കിലും ഹൈലി സോലബിൾ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം നോക്കണം, ഇത് ടോക്സിറ്റി ഉണ്ടോ, ഫാർമസ്യൂട്ടിക്കൽ ഇവാലുവേഷൻ നടത്തണം, ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തണം, എല്ലാം നടത്തി ഇത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കെമിക്കൽ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ചില ആൾക്കാർ കെമിക്കൽ മോഡിഫൈ ചെയ്ത് ടോക്സിക് ആവുന്ന ഡ്രഗുകൾ വരെയുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ പി എച്ച് മോഡിഫിക്കേഷൻ, സോ നമുക്ക് ചില ഡ്രഗുകളെ പി എച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോലബിലിറ്റി പ്രൊഫൈൽ മാറും. സോ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫിനോബാർബിറ്റൻ മോസ്റ്റ് സോലബിൾ അറ്റ് pH 10 ആണ്. അപ്പോൾ ഇതുപോലെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പി എച്ച് ഇവാലുവേഷൻ ഫോർ വീക്ക് ആസിഡ് ആൻഡ് ബേസ് ആണ്. വീക്ക് ബേസ് ആണെങ്കിലോ pH is equal to pK plus log S minus S0/S0 ആണ്. സോ S0 മോളർ സോലബിലിറ്റി ആണ്, pK ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ വീക്ക് ബേസിനും കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണാതെ തന്നെ പഠിക്കുക. ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? സോ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കണം, സേഫ്റ്റി നോക്കണം, ഒരു കാരണവശാലും നമ്മുടെ ഫോർമുലേഷൻ ഒരു രീതിയിലും മാറ്റം വരാൻ പാടില്ല, കളർ, അപ്പിയറൻസ്, ടേസ്റ്റിൽ ഒന്നും ഒരു മാറ്റം വരാൻ പാടില്ല. അതായത് ഒരു രീതിയിൽ നമ്മളിത് അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഇവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.